വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം VSനെയും അച്യുതാനന്ദനെയും കൂടി രണ്ടുപേരെ ഈ രണ്ട് വ്യക്തികളെയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചീത്ത പറഞ്ഞിട്ടും അല്ലാണ്ട് മെസ്സേജിൽ വന്ന് ചീത്ത പറയും, നിങ്ങളുടെയൊക്കെ തന്തമാരെ സ്മരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയും. അതായത് ഈ VS എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചു വളർന്ന സാഹചര്യം അതാണ്, അദ്ദേഹം ജീവിച്ചു വളർന്ന സാഹചര്യം അതാണ് നമ്മൾ എടുത്തത്. അതായത് ജന്മികുടിയാൻ സമരം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, പുന്നപ്ര വയലാർ സമരം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരം, പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ശരീരത്തുള്ള കുറച്ച് മുറിപ്പാടുകൾ, ആ ഒരു ലൈഫിലാണ് നമ്മൾ ജീവിച്ച് വളരുന്നത്. അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനി ഉമ്മൻചാണ്ടി സാർ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെ ഉണ്ടോ. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നേതാവാം, ലീഡർ ആവാൻ വേണ്ടി ഗ്രൂപ്പ് അത് വേണ്ട പോട്ടെ, നമ്മുടെ കെ കരുണാകരനെ ചവിട്ടി അതും വേണ്ട, പിന്നെ ISRO അതും വേണ്ട, അതുപോട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ സോളാറിന്റെ വിഷയത്തിൽ അങ്ങേര് നിരപരാധിയാണ്. ആ ഒരു വ്യക്തി ഞാൻ ബഹുമാനിക്കുന്ന അച്യുതാനന്ദൻ സാർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ വായിൽ കോലിട്ട് കുത്തിയാറുണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു കേസിൽ നിരപരാധിയാണെന്ന് നിങ്ങളെ പോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലേ? ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഉണ്ടോ? ഉണ്ടാ